സോ ഇപ്പോൾ അടിപൊളി ഒരു പനീർ ബട്ടർ മസാല നമുക്ക് കുക്ക് ചെയ്താലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ടൊമാറ്റോ, പിന്നെ നമ്മുടെ സവാള, ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ബട്ടർ, ഓഫ് കോഴ്സ് പേര് പോലെ തന്നെ ബട്ടർ, പിന്നെ നമ്മുടെ പനീർ, ദ മെയിൻ താരം. പനീർ ഇല്ലാതെ പനീർ ബട്ടർ മസാല ഇറ്റ്സ് നോട്ട് പോസിബിൾ യാർ. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ വെറുതെ ബട്ടറിൽ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ആ സമയത്ത് ചെറുതായിട്ടൊരു കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. ചിലരങ്ങനെ ചെയ്യാറില്ല, ഞാൻ വെറുതെ അങ്ങനെ ചെയ്യും. ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും, അപ്പോൾ അത് ക്രിസ്പി ആയിട്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബട്ടർ ഇട്ടിട്ട് നമ്മുടെ ഒണിയൻ, ടൊമാറ്റോ, പിന്നെ ഒരു കാഷ്യൂ. ഇതിപ്പോൾ ഞാനൊരു 4 പേർക്ക് വേണ്ടി ഉണ്ടാക്കിയ കറിയാണ്. അപ്പോൾ 2 സവോള, 2 കുഞ്ഞു ടൊമാറ്റോ, ഒരു 6 to 8 കാഷ്യൂ, പിന്നെ നമ്മുടെ ഈ ഗ്രാമ്പൂ, പട്ട, അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ നമ്മുടെ ഈ മസാലയിൽ കിട്ടുന്നത്, അത് കുറച്ചിടുക. ഓക്കെ, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇഞ്ചി കുറച്ച് മതി, വെളുത്തുള്ളിയും കുറച്ച് മതി, കാരണം അതിൻ്റെ ഫ്ലേവർ പൊങ്ങി നിൽക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ബട്ടറിൽ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ബട്ടറിൽ തീ കുറച്ചിട്ട് നല്ലോണം, എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് പൊടികളൂടെ ഇടുക. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ ഇഷ്ടത്തിന് ടേസ്റ്റിനനുസരിച്ച്, പിന്നെ ഉപ്പൂടെ ഇടുക. ഞാനിപ്പോൾ സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് അതിൽ കുറച്ച് സോൾട്ട് ഓൾറെഡി ഉണ്ട്, അപ്പം അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ടാണ് ചേർത്തത്. അപ്പം നിങ്ങൾക്ക് വേണ്ടത്ര ഉപ്പിടുക. കണ്ടോ, അപ്പോൾ അത് ആ പൊടിയെല്ലാം പിടിച്ച് അതിൻ്റെ ഒരു പച്ച മണമെല്ലാം മാറി നല്ല വഴണ്ട് വന്നു. എന്നിട്ട് ഈ മിക്സ് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ഇതിപ്പോൾ കണ്ടോ, മിക്സിയിലിട്ട് നല്ലൊരു മിക്സ് ചെയ്ത് അരച്ചെടുത്തതാണ്. എന്നിട്ട് അത് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിൽ ഇത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. ഓക്കെ, ചിലർക്ക് ഫൈൻ പേസ്റ്റ് ആക്കുന്നതാണ് ഇഷ്ടം. ഇതിപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്ന് പറയായിരുന്നു. ഓക്കെ, നമ്മുടെ ആ മിക്സ്ചർ അതിലോട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് നല്ല കുറുക്കിയെടുക്കുക. തിള വന്ന് തുടങ്ങി ചെറിയ എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. നല്ലതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ചെറിയൊരു ഉപ്പ് കുറവുള്ള പോലെ തോന്നി, ഇടയ്ക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തിള വന്നൊന്ന് കുറുകി വരുന്ന കറിയിലോട്ട് നമ്മുടെ പനീർ, നമ്മൾ നേരത്തെ നല്ല ഷാലോ ഫ്രൈ ചെയ്ത പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, നല്ല ടേസ്റ്റായിരുന്നു. ആ കറി ഒന്ന് കുറുകി വരണം. അപ്പോൾ നമ്മൾ എല്ലാ പനീറും നമ്മുടെ കറിയിലോട്ട് പയ്യെ ഇട്ട് കൊടുക്കുക. ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ ചേർത്തായിരുന്നു കേട്ടോ, നമ്മുടെ കസൂരി മേത്തി, അത് ജസ്റ്റ് കുറച്ച് ചേർത്തായിരുന്നു. നമുക്ക് എല്ലാ ഷോപ്സിലും കിട്ടും. അപ്പം നമ്മുടെ കറി റെഡിയായി, ചെറിയ തിളയൊക്കെ വന്നു തുടങ്ങി, നല്ല മണം, നല്ല സൂപ്പർ ടേസ്റ്റിയായിരുന്നു. കൂടെ ദോശയായിരുന്നു ഉണ്ടാക്കിയത്. ദോശ നല്ല അടിപൊളിയായിട്ട് കല്ലിൽ ചുട്ടെടുത്തു. നമ്മൾ ദോശ ചുട്ട് വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അടിപൊളി, നല്ല ടേസ്റ്റായിരുന്നു. ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൊള്ളാമെന്ന് പറയാം. പിന്നെ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറാന്ന് പറയാം. ഞാൻ ഇച്ചിരി കുക്കൊക്കെ ചെയ്തുകൊണ്ട് ഇത്തിരി ക്ഷീണിച്ചേക്കുക, ഇച്ചിരി ചൂടുണ്ടായിരുന്നു വേർതിരിക്കുന്നത്. സോ സംഭവം എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റിയായിരുന്നു. ഓക്കെ, എന്തൊക്കെ ആയാലും ടേസ്റ്റ് ഉണ്ടാവും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മളെപ്പോഴും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്നേക്കാളും ഒരു വട്ടം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് എ പ്രോട്ടീൻ റിച്ച് ഫുഡ്, റൈറ്റ്? സ്റ്റേ